ഹായ് നമസ്കാരം. അറിവിന്റെ പേടം ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. പഠിച്ചു തന്നെ പോണം. നിങ്ങളുടെ ലക്ഷ്യം ഗവൺമെന്റ് ജോലി, അക്കൗണ്ടിൽ സാലറി വരണം എന്ന് മാത്രം സ്വപ്നം കാണുക. എല്ലാ മാസവും എന്റെ അക്കൗണ്ടിൽ സാലറി വാങ്ങണം. ആരുടെ മുമ്പിലും ഞാൻ കൈനീട്ടേണ്ട അവസ്ഥയില്ല. എന്റെ ചെലവിനുള്ള പൈസ എന്റെ അക്കൗണ്ടിലുണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചത് മാത്രമാണ് കൊണ്ടാണ് എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടിയത്. എന്റെ അധ്വാനമാണ്, എന്റെ മാത്രം എഫേർട്ടാണ് ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം. പരീക്ഷ ജോലി ദിവസം നിങ്ങൾ അവിടെ പോയി സൈൻ ചെയ്യണവരെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലൊരു ആവേശം അവിടെ ഉണ്ടാവണം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. പെട്ടെന്ന് ആൻസർ ചെയ്യാ. ഇത് SCERT എല്ലാം ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആരും നോക്കണ്ട, ഞാൻ നോക്കി ചെറുതാക്കണ്ട. അപ്പോഴേക്കും അവിടെ ആൻസർ ആരും പറയണ്ട. ഓക്കെ, ആദ്യ ചോദ്യം എന്താണ് മക്കളെ? ആദ്യ ചോദ്യം എന്താണ്? ബനാറസ് ഹിന്ദു സർവകലാശാല രൂപം കൊണ്ട സമയത്തെ വൈസ്രോയ് ആര്? ആരാണ് മക്കളെ? ഉറപ്പാണോ? പ്രഭു ആണ്. നിങ്ങൾക്ക് ഉറപ്പാണോ? ഒന്നും കൂടെ നോക്കിയേ. കേഴ്സൺ പ്രഭു ആണോ? ഞാൻ പറയുന്നു ചെംസ്ഫോർഡ് പ്രഭു ആണ് എന്ന്. ശരിയാണോ? ഏതാണ് അവിടെ ആൻസർ? ഓപ്ഷൻ സി ആണ് അല്ലെ? എന്താണ് ഓപ്ഷൻ സി? ചെംസ്ഫോർഡ് പ്രഭു ആണ് അല്ലേ? ഓക്കെ, ഏതാ ആൻസർ വരിക? ഓക്കെ, ഓപ്ഷൻ സി ആണ് നമ്മളുടെ ആൻസർ അല്ലെ. 1916 അല്ലെ? ഏത് വർഷങ്ങളായിരുന്നു? 1916 മുതൽ 1921 വരെയുള്ള കാലഘട്ടമായിരുന്നു ചെംസ്ഫോർഡ് പ്രഭു അല്ലെ. 1919 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ സമയത്തെ വൈസ്രോയ് ആയിരുന്നു ചെംസ്ഫോർഡ് പ്രഭു എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ എന്താ, ആർക്ക് ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലോ. ദെൻ ഇന്ത്യക്കാർക്കല്ലേ പിന്നെന്താണ്? കോൺഗ്രസ് മുസ്ലിം ലീഗും തമ്മിലുള്ള ലക്നൗ സന്ധി 1916 ഒപ്പുവെച്ച സമയത്ത് വൈസ്രോയ് ആരായിരുന്നു? ചെംസ്ഫോർഡ് പ്രഭു തന്നെയായിരുന്നു അല്ല മക്കളെ? ആണോ? ദെൻ അടുത്ത ആരായിരുന്നു? കേഴ്സൺ പ്രഭു. എന്താണ് കേഴ്സൺ പ്രഭുവിനെ കുറിച്ച് പറഞ്ഞേ? കേഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത സമയത്ത് കേഴ്സൺ പ്രഭു ആയിരുന്നോ? ചെംസ്ഫോർഡിന് ബാക്കിയോ? ഓഗസ്റ്റ് പ്രഖ്യാപനം നടത്തിയ വ്യക്തി ആരാണ്? സാമുവൽ മൊണ്ടേഗ് ആണ്. ദെൻ ഓഗസ്റ്റ് പ്രഖ്യാപന പ്രകാരം നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് അറിയപ്പെടുന്നത് മൊണ്ടേഗ് ചെംസ്ഫോർഡ് പരിഷ്കാരം എന്നാണ്. ദെൻ കരിനിയമം എന്നറിയപ്പെടുന്ന റൗലത്ത് ആക്ട് അല്ലെ? റൗലത്ത് ആക്ട് ആരാണ് പാസാക്കിയ വൈസ്രോയ്? ചെംസ്ഫോർഡ് പ്രഭു ആണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ക്ലിയർ ആണോ? ദെൻ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വ്യക്തി ആരായിരുന്നു? പറഞ്ഞേ, ആരാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത്? ബംഗാൾ വിഭജനം ഹാർഡിഞ്ച് രണ്ടാണോ? ദെൻ ബീഹാറും ഒറീസയും ബംഗാളിൽ നിന്ന് വേർപ്പെടുത്തിയ പ്രത്യേകത സംസ്ഥാനമാക്കിയ വൈസ്രോയ് ആരാണ്? ഹാർഡിഞ്ച് തന്നെയാണ് അല്ലെ? എന്താണ്? ഹാർഡിഞ്ച് തന്നെയാണ്. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയ് ആണ് കേഴ്സൺ പ്രഭു. ഭരണഘടനാ നിർമ്മാണ സഭ രൂപം കൊണ്ടപ്പോൾ വൈസ്രോയ് ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ഏതു വർഷമായിരുന്നു? 1946 ഡിസംബർ 6 അല്ലെ ഭരണഘടനാ നിർമ്മാണ സഭ. അടുത്ത് കമ്മ്യൂണൽ അവാർഡ് എന്ന പേരിൽ അറിയപ്പെട്ട പ്രഖ്യാപനം നടത്തിയ ഏതു വൈസ്രോയുടെ കാലത്താണ്? ഏതു വൈസ്രോയുടെ കാലത്താണ്? ഏതാ മക്കളെ ആൻസർ ആയിട്ട് വരിക? റിപ്പൻ ആണോ? വെല്ലിംഗ്ടൺ പ്രഭു ആണോ? കാനിങ് പ്രഭു ആണോ? വേവൽ പ്രഭു ആണോ? ഓപ്ഷൻ ബി അല്ലെ, വെല്ലിംഗ്ടൺ പ്രഭു ആണ്. 2ഉം 3ഉം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നു വെല്ലിംഗ്ടൺ പ്രഭു അല്ലെ. പിന്നെന്താണ്? പൂന ഉടമ്പടി. പിന്നെ ഏതൊക്കെയായിരുന്നു? പൂന ഉടമ്പടി ആരൊക്കെ തമ്മിലായിരുന്നു? ഗാന്ധിജിയും അംബേദ്കറുമായിരുന്നു. പിന്നെ അടുത്ത ചോദ്യം എന്താണ്? കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആ സമയത്ത് ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു തന്നെയായിരുന്നു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നപ്പോൾ വൈസ്രോയ് ആരായിരുന്നു? വെല്ലിംഗ്ടൺ പ്രഭു ആയിരുന്നു അല്ലെ. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപ്പെടുത്തിയ വൈസ്രോയ് ചോദിച്ചിട്ടുണ്ട്. ആരാ മക്കളെ? വെല്ലിംഗ്ടൺ പ്രഭു ആണ്. ദെൻ
അടുത്ത വേവൽ പ്രഭു എന്താണ്? ഇന്ത്യൻ നാവിക കലാപം നടക്കുമ്പോൾ 1946 ആരംഭിക്കുമ്പോഴുള്ള വൈസ്രോയ് വേവൽ പ്രഭുവാണ് അല്ലെ. സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ വർഷം ഏത് വർഷമാണ്? 1945. ആ സമയത്തും വേവൽ പ്രഭു തന്നെയാണ്. ഇന്ത്യയിലെ ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുമ്പോൾ വൈസ്രോയ് ആരാണ്? വേവൽ പ്രഭുവാണ് അല്ലെ. ഏത് വർഷമാണ്? 1946. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ച സമയത്ത് വൈസ്രോയ് ആരാണ് ചോദിച്ചിട്ടുണ്ട്? വേവൽ പ്രഭു തന്നെയാണ്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ് ആണ് എൽജിൻ പ്രഭു എന്ന് പറയുന്നു. ശരിയാണോ? നോക്കിയ ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയ മക്കൾ, ആരാണ് ആൻസർ വരിക? ഏതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക? സി ആണോ? നോക്കാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ് എൽജിൻ പ്രഭു എന്ന് പറയുന്നു. അത് ശരിയാണോ? അല്ല. ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഒന്നാമത്തെ വൈസ്രോയ്? കാനിങ് പ്രഭുവാണ് അല്ലെ. രണ്ടാമത്തെയാണ് എൽജിൻ പ്രഭു ഒന്നാമൻ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ധനകാര വികേന്ദ്രീകരണം നടത്തിയ വൈസ്രോയ് മേയോ പ്രഭുവാണ് എന്ന് പറയുന്നു. അതവിടെ ശരിയാണ്. നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ച സമയത്തെ വൈസ്രോയ് ഇർവിൻ പ്രഭുവാണ് എന്ന് പറയുന്നു. അതവിടെ എന്താണ്? ശരിയാണോ? അതവിടെ തെറ്റാണ് അല്ലെ. ആരാണ്? ചെംസ്ഫോർഡ് പ്രഭുവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ് കാനിങ് പ്രഭു? 1856 മുതൽ 1862 വരെയാണ്. എപ്പോഴാണ്? 1856 മുതൽ 1862 കാലഘട്ടം. 1852 എന്ത്? വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരത്തോടെ ഇന്ത്യയുടെ ആദ്യ വൈസ്രോയ് ആയ വ്യക്തിയാണ് ആര്? കാനിങ് പ്രഭു എന്ന് പറയുന്നത്. ഹിന്ദു വിധവാ നിയമം പാസാക്കിയ വൈസ്രോയാണ് കാനിങ് പ്രഭു തന്നെയാണ്. ബംഗാൾ ഇൻഡിഗോ കലാപം അല്ലെ നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആരാണ്? കാനിങ് പ്രഭു തന്നെയാണ്. പിന്നെ എന്താണ്? ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ച സമയത്ത് വൈസ്രോയ് ആരാണ്? കാനിങ് പ്രഭുവാണ്. ഏത് വർഷമാണ്? 1859. എപ്പോഴാണ്? 1859 ആണ്. അടുത്ത് എന്താണ്? മേയോ പ്രഭു. സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആരംഭിച്ച വൈസ്രോയ് ആരാണ്? മേയോ പ്രഭുവാണ് അല്ലെ. ആൻഡമാനിൽ വെച്ച് കൊല്ലപ്പെട്ട ഇന്ത്യൻ വൈസ്രോയ് ആരാണ്? മേയോ പ്രഭു തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഏതാണ് നമ്മളുടെ ആൻസർ? താഴെ തെറ്റായ പ്രസ്താവന അല്ലെ. 1, 3 തെറ്റ്. ഓപ്ഷൻ അവിടെ സി അതാ അവിടെ കിടപ്പുണ്ട്. അടുത്ത ചോദ്യം. ഞാൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് അങ്ങയോട് അപ്പം ചോദിച്ചു, എന്നാൽ കല്ലാണ് അങ്ങ് എറിഞ്ഞു തന്നത്. ഏത് വൈസ്രോയെ ഉദ്ദേശിച്ചാണ് ഗാന്ധിജി ഇത് പറഞ്ഞത്? ആരെയാ ഉദ്ദേശിച്ചാണ്? കറക്റ്റ് ആയിട്ട് നോക്കിയേ. ആരാണ്? ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്ന അല്ലെ ഇർവിൻ പ്രഭുവാണ് അല്ലെ. ക്രിസ്ത്യൻ വൈസ്രോയ് എന്നറിയപ്പെടുന്ന ഇർവിൻ പ്രഭുവാണ് അല്ലെ. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയ വർഷം 1928. ആ സമയത്ത് എപ്പോഴായിരുന്നു ഇർവിൻ പ്രഭുവിന്റെ കാലഘട്ടം? 1926 മുതൽ 31 വരെയാണ്. ആ സമയത്തെ വൈസ്രോയ് ആരാണ് മക്കളെ? ഇർവിൻ പ്രഭു തന്നെയാണ് അല്ലെ. ശാരദാ നിയമം പാസാക്കിയ സമയത്തുള്ള വൈസ്രോയ് ഇർവിൻ പ്രഭുവാണ്. ഏത് വർഷമാണ് ശാരദാ നിയമം? 1929 അല്ലെ. ശാരദാ നിയമം നടപ്പിലാക്കിയ അല്ലെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയാണെങ്കിൽ ഹർബിലാസ് ശാരദയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം ഏത് വർഷമാണ്? 1931. ആ സമയത്തും എന്താണ്? ഇർവിൻ പ്രഭു തന്നെയാണ്. രാഷ്ട്രപതി ഭവനിലെ ആദ്യ താമസക്കാരൻ ചോദിക്കുകയാണെങ്കിൽ അതും ഇർവിൻ പ്രഭു തന്നെയാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. തന്നെ എന്താണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ആരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസേബ് എന്നറിയപ്പെടുന്ന വ്യക്തി?
ആരാണ്? കേഴ്സൺ പ്രഭുവാണ് അല്ലെ. ബംഗാൾ വിഭജനം നടപ്പിലാക്കിയ വൈസ്രോയാണ് കേഴ്സൺ പ്രഭു അല്ലെ. പിന്നെ വേറെന്താ കേഴ്സൺ പ്രഭു ഇമ്പോർട്ടന്റ് ആയിട്ട്? തിരുവിതാംകൂർ സന്ദർശിച്ച ആദ്യ വൈസ്രോയാണ് കേഴ്സൺ പ്രഭു. യൂണിവേഴ്സിറ്റി കമ്മീഷനെ നിയമിച്ച വൈസ്രോയ് ആരാണ്? അത് കേഴ്സൺ പ്രഭുവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേഴ്സൺ പ്രഭുവിന്റെ എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത റൈറ്റ് വാരി സമ്പ്രദായത്തിൽ കമ്പനി നിശ്ചയിച്ച നികുതി നൽകുന്നതിൽ കർഷകർ പരാജയപ്പെടാൻ ഉണ്ടായ കാരണം തിരഞ്ഞെടുക്കുക. ഏതാണ്? കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കൂടിയാണോ? ആണോ? അല്ല അല്ലെ. പിന്നെന്താണ്? നികുതി വളരെ കൂടുതലായിരുന്നു എന്ന് പറയുന്നു. അതവിടെ ശരിയാണ്. ഉൽപാദനം കുറഞ്ഞാലും നികുതി അടയ്ക്കുന്നതിൽ ഇളവ് അനുവദിച്ചിരുന്നില്ല. അതും അവിടെ ശരിയാണ്. അപ്പൊ ഏതാണ്? 2ഉം 3ഉം അവിടെ ശരിയല്ലേ. ഫലഭൂഷ്ഠത കുറഞ്ഞ മണ്ണും മഴയുടെ കുറവും കൃഷി എന്താക്കി? കൃഷിയെ നഷ്ടത്തിലാക്കി. കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയ്ക്ക് എന്ത് സംഭവിച്ചു? അവിടെ വില ഇടിയുകയാണ് സംഭവിച്ചത്. ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയതാര്? ആരാണ്? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ കോൺവാലീസോ? ഉറപ്പാണോ? നോക്കിയേ, ബംഗാളിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കിയ സമയത്തെ വൈസ്രോയ് ആര്? കറക്റ്റായിട്ട് ആൻസർ ചെയ്തേ. അത് തന്നെയാണ്. എന്താണ് മക്കളെ? കോൺവാലീസ് പ്രഭുവാണ് അല്ലെ. എന്താണ്? കോൺവാലീസ് പ്രഭുവാണ് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. വേറെന്താണ്? ഇന്ത്യൻ കൗൺസിൽ ആക്ടില് 1861 നിലവിൽ വന്നപ്പോൾ വൈസ്രോയ് ചോദിക്കുകയാണെങ്കിൽ അത് കാനിങ് പ്രഭുവാണ് അല്ലെ. ഇന്ത്യയിൽ തെളിവ് നിയമം നടപ്പിലാക്കിയ വൈസ്രോയ് ആരാണ്? ആ സമയത്ത് ആരാണ്? മേയോ പ്രഭുവാണ് എന്നും കൂടി ഓർത്തു വെക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. കോൺവാലീസ് പ്രഭുവിനെ കുറിച്ച് എന്താണ്? ഏകീകൃത സിവിൽ സർവീസ് സ്ഥാപിച്ച ഗവർണർ ജനറൽ ആണ് ആര്? കോൺവാലീസ് പ്രഭു അല്ലെ. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കോൺവാലീസ് ആണ്. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ അല്ലെ, അതെന്താണ്? സെമീന്ദാരി സമ്പ്രദായം അല്ലെ. ഏത് വർഷമാണ്? 1793. ആ സമയത്തെ വൈസ്രോയ് ആരാണ്? കോൺവാലീസ് പ്രഭു തന്നെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പോലീസ് സംവിധാനം നടപ്പിലാക്കിയ ഭരണാധികാരി കോൺവാലീസ് പ്രഭു തന്നെയാണ്. റവന്യൂ ഭരണം, നീതിന്യായ സമ്പ്രദായം വേർതിരിച്ച വ്യക്തിയൊക്കെ ആരാണ്? കോൺവാലീസ് പ്രഭു തന്നെയാണ്. ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹാൽ കുന്നുകളിൽ താമസിച്ച ഗോത്ര ജനത ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടത്തിയ കലാപം ഏത്? ഏത് കലാപമാണ്? ഏത് കലാപമാണ്? സാന്താൾ കലാപമാണ്. ഓക്കെ അല്ലെ. ഏതാണ് ആൻസർ? സാന്താൾ കലാപമാണ് അല്ലെ. 1855 അല്ലെ. എപ്പോഴാണ്? ജൂൺ 30 കലാപം ആരംഭിച്ചത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ഗുജറാത്തിലെയും അല്ലെ മാൽവാറിലെയും പണമിടപാടുകൾക്ക് നടത്തിയ കലാപം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? ഡക്കാൻ കലാപമാണ്. കലാപത്തിന് പിന്തുണ നൽകിയ വ്യക്തി ചോദിക്കുകയാണെങ്കിൽ MG റാനഡെ. ഒഡീഷയിലെ അല്ലെ ഗജപതി ഭരണാധികാരികളുടെ നാട്ടുപടയാളികൾ അറിയപ്പെട്ടിരുന്നാണ് പൈകകൾ എന്ന് മനസ്സിലാക്കുക. അതാണ് ഏതാണ്? അതുമായി ബന്ധപ്പെട്ടതാണ് ഏത്? ഈ പൈക പ്രക്ഷോഭനം അല്ലെ. പൈകൾക്ക് തങ്ങളുടെ രാജ്യസേവനത്തിന് വേണ്ടി എന്ത് സംഭവിച്ചു? ഭൂമിയൊക്കെ പതിച്ചു നൽകുന്ന സമ്പ്രദായം ആര് ചെയ്തു? ബ്രിട്ടീഷുകാര് അവിടെ നിർത്തലാക്കി. സാന്താളുകളെ രാജ്മഹൽ കുന്നിൽ കൊണ്ടുവരുന്ന മുഖ്യ പങ്ക് വഹിച്ചത് ആരാണെന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഗുഡ് ക്വസ്റ്റ്യൻസ് ലോറ. ആരാ മക്കളെ? ബ്രിട്ടീഷുകാരാണോ? ജോട്ടോദാർമാരാണോ? ജമീന്ദാർമാരാണോ? ആരാണ്? ഓപ്ഷൻ സി അല്ലെ. ജമീന്ദാർമാരാണ്. അല്ല, ഇവയെല്ലാം അല്ലെ. ഏതാണ്? ബ്രിട്ടീഷുകാരുണ്ട്, ജോട്ടോദാർമാരുണ്ട്, ജമീന്ദാറുകളുണ്ട്. 3 പേരുണ്ട്. ഓപ്ഷൻ അവിടെ ഏതാണ് വരിക? ഓപ്ഷൻ ഡി. ഇവ 3 ആൾക്കാരുമുണ്ട്. ഇവയെല്ലാമാണ്. മാറിപ്പോണ്ട. ജമീന്ദാർമാർ മാത്രമല്ല എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. സാന്താൾ താജ്മഹൽ കുന്നുകളിൽ എത്തിച്ചേരാൻ തുടങ്ങിയ വർഷം ചോദിച്ചിട്ടുണ്ട്. 1780-കളിലാണ് എന്നും കൂടി മനസ്സിലാക്കുക. ബംഗാളിൽ നിന്നുമാണ് ഇവിടെ എത്തിച്ചേർന്നത് കേട്ടോ. ബംഗാൾ, ബീഹാർ, ഒഡീസ എന്നിവിടങ്ങളിലെ കേന്ദ്രീകരിച്ച് നടന്ന ആദ്യകാല പ്രക്ഷോഭം ഏത്?
ഏതാണ് പ്രക്ഷോഭം? ഇൻഡിഗോ കലാപമാണോ, സന്യാസി കലാപമാണോ, ഫറാസി കലാപമാണോ, തേബാഗ പ്രക്ഷോഭമാണോ? തേബാഗ പ്രക്ഷോഭമാണോ? മാഗിയല്ല, ബാവാട്ടോ, അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. തേബാഗ പ്രക്ഷോഭമാണോ? ഏതാ മക്കളെ? സന്യാസി കലാപമാണ് അല്ലെ. സന്യാസി ഇൻഡിഗോ കലാപം എന്താണ്? ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രദേശമാണല്ലേ. ഫറാസി കലാപമാണെങ്കിൽ മലബാർ കലാപങ്ങളുടെ കാലയളവിൽ ബംഗാളിൽ പൊട്ടിപ്പുറപ്പെട്ട സമാന സ്വഭാവമുള്ള കലാപം കൂടിയാണ് ഈ ഫറാസി കലാപം. തേബാഗ പ്രക്ഷോഭം എവിടെയാണ്? ബംഗാളിൽ നടന്ന പ്രക്ഷോഭമാണ് തേബാഗ. റാമോസിസ് കലാപത്തിന് നേതൃത്വം കൊടുത്തതാര്? ആരാണ് നേതൃത്വം നൽകിയത്? ചിന്നമ്മയാണോ, രായപ്പയാണോ, ചിറ്റൂർ സിംഗ് ആണോ, സാർ സയ്യിദ് അഹമ്മദ് ബറേവ്ലി ആണോ? ഓപ്ഷൻ സി അല്ല. എന്താണ്? ചിറ്റൂർ സിംഗ് ആണ്. ആരാണ്? ഓപ്ഷൻ സി ആണ്. ചിന്നമ്മയും രായപ്പയൊക്കെ ആരാണ്? കിട്ടൂർ വിപ്ലവത്തിന്റെ നേതാക്കളാണ് എന്നും കൂടി മനസ്സിലാക്കുക. സാർ സയ്യിദ് അഹമ്മദ് ബറേലി ആണെങ്കിലോ വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാവാണ് കേട്ടോ ഇദ്ദേഹം. ഒന്നാം സ്വതന്ത്ര സമരം ആരംഭിച്ചത് ഏത് വർഷമാണ്? 1857 മെയ് 10 മീററ്റിലാണ് കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ഏതാണ്? റിവോൾട്ട് ഓഫ് 1857 എന്നറിയപ്പെടുന്ന ഒന്നാം സ്വതന്ത്ര സമരമാണ് അല്ലെ. പിന്നെന്താണ്? 1857 വിപ്ലവത്തെ ബ്രിട്ടീഷുകാർ ചരിത്രകാരന്മാർ വിളിച്ചത് ശിപ്പായി ലഹള അല്ലെ. ശിപ്പായി വിപ്ലവം എന്നറിയപ്പെടുന്നു ഈ റിവോൾട്ട് ഓഫ് 1857 തന്നെയാണ്. പിന്നെ ഇവരുടെ രഹസ്യ മുദ്ര എന്താണ്? ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ചപ്പാത്തി വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് തന്നെയാണ്. കലാപത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? ഈ കലാപത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? കമന്റ് ചെയ്തേ. ആരാണ് ഈ വിപ്ലവ തുടക്കം കുറിച്ചത്? ഇതേതാണ് ആൻസർ വരിക? ഗുരുദാസ ബാവ. ആരാണ്? ഗുരുദാസ ബാബയാണ് കേട്ടോ. ആരാണ്? ഗുരുദാസ ബാബ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. ക്ലിയർ ആണോ? ഏതാണ് ആൻസർ? ഗുരുദാസ ബാവയാണ്. ദെൻ അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ 1857 ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കാനിടയായ കാരണങ്ങൾ തിരിച്ചറിയുക. ഏതാ ആൻസർ? കർഷക ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളിയുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപ്പായിമാരുടെ ദുരിതങ്ങൾ. ഏതാണ് മക്കൾ അവിടെ ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ഡി അല്ലെ. ഇവയെല്ലാം ഇത് 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചു വെച്ചോളൂ കേട്ടോ. വ്യക്തമായിട്ട് നമ്മുടെ SCERT പറയുന്നുണ്ട്, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് അവിടെ വെച്ചോളൂ അല്ലെ. സൈനികർക്ക് പുതിയ നൽകിയ എൻഫീൽഡ് തോക്കുകളിലെ ഉപയോഗിക്കുന്ന എന്ത് തിരകളില് പശുവിന്റെയും പന്നിയുടെ ഒക്കെ എന്ത് കൊഴുപ്പ് ഉപയോഗിച്ചത് എന്ത് ചെയ്തു? അത് റീസൺ ആണ്. പിന്നെ തുച്ഛമായ ശമ്പളം, ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട് അവലോകനം തുടങ്ങിയ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് വളരെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കൂടിയാണ്. അടുത്ത് 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളിൽ ഉൾപ്പെടാത്തതേത്? ഏതാണ്? ദത്തവകാശ നിരോധന നിയമമാണോ? പോസ്റ്റ് ഓഫീസ് നിയമമാണോ? ഹിന്ദു വിധവ പുനർവിവാഹ നിയമമാണോ? സൈനിക സഹായ വ്യവസ്ഥയാണോ? ഏതാണ് മക്കൾ അവിടെ ആൻസർ? അതെ, ഓപ്ഷൻ 4 അല്ലെ. എന്താണ്? സൈനിക സഹായ വ്യവസ്ഥ. ദത്തവകാശ നിരോധനം എന്താണ്? 1848 നടപ്പിലാക്കിയത് ആരാണ്? ഡൽഹൌസിയാണ് അല്ലെ. എന്താണ് ഈ ദത്തവകാശ നിരോധന നിയമം? എന്താണ് ഈ ഒരു നിയമപ്രകാരം എന്ത് ചെയ്യും? അനന്തരാവകാശികൾ നാട്ടുരാജ്യ ഭരണാധികാരി ആയി മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യും? തങ്ങളുടെ അധീനയിലേക്ക് എന്ത് ചെയ്യും? കൂട്ടിച്ചേർക്കും. ഇതാണ് ഈ നിയമമാണ് ഏത്? ദത്തവകാശ
നിരോധന നിയമം. ഏതു വർഷമാണ് ദത്തവകാശ നിരോധന നിയമം? ഇമ്പോർട്ടന്റ് ആണ്. 1848 ആണെങ്കിൽ പോസ്റ്റ് ഓഫീസ് നിയമം ഏതു വർഷമാണ്? 1854 എന്നും കൂടി ഓർത്തു വെക്കുക. 1854 പക്ഷെ 1766 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ അല്ലെ വാറൻ ഹേസ്റ്റിംഗ് രാജ്യത്ത് തപാൽ സേവനം ആരംഭിക്കാൻ മുൻകൈയെടുത്തു എന്നും കൂടി ഓർത്തു വെക്കണം. കമ്പനി മെയിൽ എന്ന പേരിലാണ് ഇത് ആദ്യമായിട്ട് സ്ഥാപിതമാക്കിയത് കേട്ടോ. പിന്നീടാണ് ഈ 1854 ഡൽഹൌസി പ്രഭു ഇത് കിരീടത്തിന് കീഴിലുള്ള ഒരു സേവനമായിട്ട് പരിഷ്കരിച്ചതും യൂണിഫോം തപാൽ നിരക്കുകൾ അവതരിപ്പിച്ച കേസ് ആരാണ്? ഈ പോസ്റ്റ് ഓഫീസ് നിയമത്തിലൂടെയാണ്. ദെൻ ഹിന്ദു വിധവ പുനർനിയമം എന്താണ്? ആക്ട് 15 പ്രകാരം പാസ്സാക്കിയതാണ് ഹിന്ദു വിധവ പുനർവിവാഹം. ഏത് വർഷമാണ് മക്കളെ? ഓർമ്മയുണ്ടോ? 1800 ഏത് വർഷമാണ്? 1856 അല്ലെ? ഏതാണ്? 1856 ഹിന്ദു വിധവ പുനർനിയമം അല്ലെ. പിന്നെ ഈ നിയമം നിലവിൽ വന്നതാണെങ്കിൽ 56 ജൂലൈ മാസം 26 അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ജൂലൈ 26 എക്സാമിന് ഡേറ്റ് ചോദിച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക. ആരാ പാസ്സാക്കിയത്? കാനിങ് പ്രഭുവാണ് കേട്ടോ. കാനിങ് പ്രഭുവാണ് എന്നും കൂടി മനസ്സിലാക്കുക. 1829 വില്യം ബെൻഡർ പ്രഭു എന്ത് ചെയ്തു? സതി അവിടെ നിർത്തലാക്കിയത്. ആ ഒരു വർഷവും കൂടി മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷമുള്ള ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ നിയമമാണ് ഏത്? ഈ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം എന്നും കൂടി ഓർക്കുക. ദെൻ സൈനിക സഹായ വ്യവസ്ഥ എന്താണ്? ഏത് വർഷമാണ് സൈനിക സഹായ വ്യവസ്ഥ? 1798 ആണ് സൈനിക സഹായ വ്യവസ്ഥ അല്ലെ. ആരാണ്? റിച്ചാർഡ് വെല്ലസി ആണ് സൈനിക സഹായ വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന അല്ലെ. അതുപോലെ ഹൈദരാബാദിലെ നിസാമാണ് ഈ കരാറിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് എന്നും കൂടി ഓർത്തു വെക്കുക കേട്ടോ. അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറഞ്ഞാൽ താന്തിയ തോപ്പിയാണ് എന്ന് പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. ആരാണ് മക്കളെ? മംഗൾ പാണ്ഡെയാണ്. ആരാണ്? മംഗൾ പാണ്ഡെയാണ് എന്ന് ഓർത്തു വെക്കുകയാണ്. അടുത്ത് എന്താണ്? 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിഞ്ഞു പറഞ്ഞാൽ അത് നാനാ സാഹിബാണ്. ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരിയാണ് മംഗൾ പാണ്ഡെ. പറഞ്ഞാൽ ആൾക്കാർ എന്നെ പിടിച്ച് തല്ലും. അതാരായിരുന്നു? താന്തിയ തോപ്പിയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മുഗൾ ഭരണാധികാരി ബഹദൂർ ഷാ രണ്ടാമനാണ് എന്ന് പറഞ്ഞാൽ അതവിടെ നമുക്ക് അംഗീകരിക്കണം. ചോദ്യം എന്തായിരുന്നു? ശരിയല്ലാത്തതാണ്. 1, 3 മാത്രമാണ് അവിടെ ശരിയല്ലാത്തത്. ഏതാണ് മക്കളെ ആൻസർ? മംഗൾ പാണ്ഡെയെ കുറിച്ച് പറഞ്ഞു അല്ലെ. ശരി, ആരാണ് ഈ മംഗൾ പാണ്ഡെ? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി അല്ലെ. ആരാണ്? മംഗൾ പാണ്ഡെയാണ്. ആരാണ്? മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? ഏത് വിഭാഗമാണ്? 34ാം ബംഗാളില്. ഏതാണ് അതിന് മലയാളം എന്താണ്? 34ാം തദ്ദേശീയ കാലാൾപ്പട എന്ന് അറിയപ്പെടുന്നു അല്ലെ. ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട് ഉപയോഗിക്കാൻ വിസമ്മതിച്ചതുകൊണ്ട് അഡ്ജൂട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്തു? കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൾ പാണ്ഡെ. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് ഇറക്കിയ വർഷം ചോദിക്കുകയാണെങ്കിൽ 1984 ഈ 1984 എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അതും കൂടെ അവിടെ പറയുക കേട്ടോ. നാനാ സാഹിബ് എന്താണ്? പേഷ്വാര ബാജിറാവുവിന്റെ ദത്തുപുത്രനാണ്. യഥാർത്ഥ നാമം ചോദിക്കുകയാണെങ്കിൽ ദണ്ഡുപാന്ത് എന്നറിയപ്പെടുന്നു. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നാനാ സാഹിബ്. 3ാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാനാ സാഹിബ് ആണെങ്കിൽ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം എന്താണ്? രാമചന്ദ്ര പാണ്ഡുരംഗാണ്. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് ഈ പറയുന്ന താന്തിയ തോപ്പി എന്നും കൂടി മനസ്സിലാക്കി വെക്കുക അല്ലെ. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെ സഹായിച്ച വ്യക്തിയാണ് ആര്? ഈ താന്തിയ തോപ്പി. വധിക്കപ്പെട്ട വർഷമാണെങ്കിൽ 1859 ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ എപ്പോഴാ മക്കളെ?
ഏപ്രിൽ 18 മധ്യപ്രദേശിലെ ശിവപുരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വധിക്കപ്പെട്ടത് എന്നും കൂടി മനസ്സിലാക്കി വെക്കുക. ദെൻ ബഹദൂർ ഷാ രണ്ടാം അല്ലെ, യഥാർത്ഥ നാമം എന്താണ്? ബഹദൂർ ഷാ സഫർ എന്ന പേരിൽ അറിയപ്പെടുന്നു അല്ലെ. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കി നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ എന്ന്. നാട് കടത്തിയത് എവിടെയാണ്? റങ്കൂണിലേക്ക് എന്നും കൂടി ഓർത്തു വെക്കുക. ദെൻ അടുത്ത ചോദ്യം, താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട വിപ്ലവകാരിയെ തിരിച്ചറിയുക. മനൂഭായ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ആരാണ് ആൻസർ നോക്കിയേ? ബദൽ സാരഥ്, സാരംഗി, പവൻ എന്ന കുതിരകളുടെ ഉടമ. 1858 ജൂൺ 18 വധിക്കപ്പെട്ടു. കലാപത്തിന് നേതൃത്വം നൽകിയത് ഝാൻസിയിലാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് അവിടെ ആൻസർ കിട്ടുക ഏതാണ്? ഓപ്ഷൻ സി അല്ലേ, റാണി ലക്ഷ്മിബായി ആണ്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമം ചോദിക്കുകയാണെങ്കിൽ എന്താണ് മക്കളെ? മണികർണിക. എന്താണ്? എന്റെ ഒപ്പം പറഞ്ഞോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടില്ല. ഏതാണ്? ഞാൻ ഈ 4 സ്റ്റേറ്റ്മെന്റ് തരുന്ന എന്തിനറിയോ? അത്രയും ഫാക്ട്സ് നിങ്ങൾക്ക് അവിടെ കിട്ടാനാണ്. അപ്പൊ നമുക്ക് അറിഞ്ഞോ, ബദൽ, സാരംഗി, പവനൊക്കെ ആരുടെയാണ്? റാണി ലക്ഷ്മിബായിന്റെ ആണ്. കിട്ടിയില്ലേ? യഥാർത്ഥ നാമം എന്താണ്? മണികർണിക അല്ലെ. 1857 വിപ്ലവത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നു. പിന്നെ ആരാണ് ഝാൻസി റാണിയെ വധിച്ചത്? ഹ്യൂഗ്രോസ് അല്ലെ. ബ്രിട്ടീഷ് പട്ടാള മേധാവിയായ ഹ്യൂഗ്രോസ് ആണ്. ഹ്യൂഗ്രോസ് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് എന്തായിരുന്നു? വിപ്ലവകാരികളുടെ സമുന്നത നേതാവ് എന്ന് അല്ലെ. ഝാൻസി റാണിയെ ജവഹർലാൽ നെഹ്റു എന്താണ് വിശേഷിപ്പിച്ചത്? അങ്ങനെയാണെങ്കിൽ ഹ്യൂഗ്രോസ് വിപ്ലവകാരുടെ സമുന്നത നേതാവ് എന്ന് വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റു വെറുതെ ഇരിക്കുകയോ? ഇല്ല. അദ്ദേഹം പറഞ്ഞു ഇരുണ്ട പശ്ചാത്തലത്തിലെ എന്താണ് പ്രകാശമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചു അല്ലെ. ചമ്പേലി എന്ന പേരിൽ അറിയപ്പെട്ട വിപ്ലവകാരി കൂടിയാണ് ആര്? റാണി ലക്ഷ്മിബായി എന്ന് മനസ്സിലാക്കുക. സ്പീഡ് കൂടുതലാണെന്നോ? ഓക്കെ. അങ്ങനെ റാണി ലക്ഷ്മിബായിനെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ടൊരു ഐഡിയ പറഞ്ഞു. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. നമുക്ക് നോക്കാം. ബീഗം ഹസ്രത്ത് മഹളും കൂടി നമുക്ക് അറിയണം അല്ലെ. എന്താണ് ബീഗം ഹസ്രത്ത്? അവധി ഭരണ അല്ലെ, അവധിയിലെ ഭരണാധികാരിയായിരുന്ന വാജിബ് അലി ഷായുടെ പത്നിയായിരുന്നു ആര്? ബീഗം ഹസ്രത്ത് മഹൽ അല്ലെ. അല്ല എന്നാ അതുപോലെ തന്നെ ഈ 1856 ബ്രിട്ടീഷുകാർ വാജിബ് അലിയെ നാട് കടത്തിയെ തുടർന്നാണ് അവധില് കലാപത്തിന് നേതൃത്വം നൽകിയതാരാണ്? ഈ ബീഗം ഹസ്രത്ത് മകളാണ് കേട്ടോ. സ്പീഡ് കൂടുന്നുണ്ടോ? ദെൻ ഷാമാൽ എന്താണ്? ഷാമാൽ ഉത്തർപ്രദേശിലെ ബറൌത്ത് പർഗാനിൽ കലാപത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ഷാമാലാണ്. മൗലവി അഹമ്മദുള്ള ഷാ ആരാണ് മക്കളെ? ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി അല്ലെ. അതുപോലെ ഈ ഡങ്കാഷ എന്ന് വിളിക്കപ്പെട്ടിരുന്ന വ്യക്തി കൂടിയാണ് കേട്ടോ ഈ മൗലവി അഹമ്മദുള്ള. അടുത്ത ചോദ്യം, 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു? നമുക്കറിയാം, കാനിങ് പ്രഭുവാണ്. ഏതാണ്? കാനിങ് പ്രഭുവാണ് അല്ലെ. 1858 വിക്ടോറിയ രാജ്ഞിയുടെ പറഞ്ഞ വിളംബര പ്രകാരം ഇന്ത്യയുടെ ആദ്യ വൈസ്രോയായി നിയമിതനായ വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുക. ഹിന്ദു വിധവ പുനർനിയമം, വിവാഹ നിയമം പാസാക്കി. ബംഗാളിൽ അല്ലെ നീലം കലാപം നടക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയ് ആയിരുന്നു. അതുപോലെ തന്നെ ഈ വിപ്ലവ സമയത്ത് ബ്രിട്ടനിലെ രാജ്ഞി ആരായിരുന്നു? വിക്ടോറിയ രാജ്ഞി. അത് മനസ്സിലാക്കുക. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണെങ്കിൽ പാൽമേഴ്സ്റ്റൺ പ്രഭുവാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏതാണ്? 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന അസീമുള്ള ഖാനാണ്. ശരിയാണ് മക്കളെ, അതവിടെ ശരിയാണ്. 1857 വിപ്ലവമാണ് കേട്ടോ. അവിടെ ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, പല മിസ്റ്റേക്കുകളൊക്കെ വരും. ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ നമ്മളുടെ മിസ്റ്റേക്കുകൾ. ഓക്കെ, വിപ്ലവത്തിന്റെ എല്ലാ വിപ്ലവമാണ് അല്ലെ. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് നാനാ സാഹിബാണ് എന്ന് പറഞ്ഞാൽ ശരിയാവോ? തെറ്റാണ്. ആരാണ് മക്കളെ? ആരാണ്? കൻവർ സിംഗ് ആണ് അല്ലെ. കൻവർ സിംഗ് ആണ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് നാനാ സാഹിബ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ഏത് മാത്രമാണ് ശരി? ഒന്ന് മാത്രമാണ് അവിടെ ശരിയായത് അല്ലെ. ആണോ? ശരിയാണ്. ദെൻ അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ചേരുംപടി അങ്ങോട്ട് ചേർക്കുക. ആരൊക്കെയാണ് നോക്കിയേ?
ആരൊക്കെയാണ് എവിടെയൊക്കെയാണ് നേതൃത്വം നൽകിയത്? ഒന്നാമത്തെ അലഹബാദ് ലിയാഖത്ത് അലിയാണോ? മീററ്റ് കഥം സിംഗ്, ഗോളിയാറ് താന്തിയ തോപ്പി, ഡൽഹി ജനറൽ ബത്ത് ഖാൻ, ഫൈസാബാദ് മൗലവി അഹമ്മദുള്ള. ശരിയാണോ മക്കളെ? ശരിയാണോ? ഓപ്ഷൻ ഏതാ അപ്പൊ വരിക? ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് അല്ലെ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് എന്നും കൂടി മനസ്സിലാക്കുക.